കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. ദിനവും അവനിൽ നീ ചാരിയിടുക, നിന്നെ പുലർത്തിടുമെന്നുമെന്നും അതിശയമായി. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മനമേ കലങ്ങുന്നതെന്തിനായി നിന്നെ കരുതിടുവാൻ കർത്തനേശുവുണ്ട്. മാരാമൺ കൺവെൻഷനിൽ 1500 പേർക്ക് പ്രവേശനം അനുവദിച്ചിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ സന്തോഷമായി. എന്നെ പിന്നെ അടുത്ത ചോദ്യം എന്നോട് ചോദിച്ചത്, അനുവാദം കിട്ടിയിട്ടുണ്ടെങ്കിലും 1000 പേരെങ്കിലും വരുമോ? എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ഉള്ള പന്തൽ നിറഞ്ഞ് കവിഞ്ഞ് പുറത്തു നിൽക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ തിരിച്ചറിയുന്നത് കൊണ്ട്, നമുക്ക് ഈ ദൈവത്തെ ആവശ്യമുണ്ടെന്ന് ബോധ്യമുള്ളത് കൊണ്ട് നാം ഈ ദൈവത്തിൻ്റെ അടുത്ത് ഇരിക്കാൻ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. മനുഷ്യനോട് ഇത്രമാത്രം പ്രിയം കാട്ടുന്ന ഒരു ദൈവത്തിൻ്റെ മുൻപിൽ നാം നിൽക്കുമ്പോൾ വ്യത്യസ്തമായ ഒരു കാഴ്ച നാം കാണുന്നത് തിരിച്ചറിയാതെ പോകരുത്. എന്താണ് ആ കാഴ്ച? ഈ ദൈവത്തെ വിട്ട് മാറി നിൽക്കാൻ ശ്രമിക്കുന്ന മനുഷ്യനാണ്. ദൈവം അടുത്തു വരാൻ നോക്കുമ്പോൾ ഈ മനുഷ്യൻ ദൈവത്തെ വിട്ടുമാറി നിൽക്കാൻ ആഗ്രഹിക്കുന്നു. കൂടെ ഉലാത്തിയിരുന്ന ആദവും ഹൗവയും ഒരു സന്ധ്യയ്ക്ക് നടക്കാൻ ഇറങ്ങിയപ്പോൾ ദൈവം തനിച്ചായല്ലോ, കൂട്ടുകാരെ കാണുന്നില്ല. അവിടുന്ന് ചോദിക്കുന്നു, വേർ ആർ യു ആഡം, വേർ ആർ യു? ആദാമേ, നീ എവിടെയാണ്? ഞാൻ ഭയന്ന് ഒളിച്ചിരിക്കുകയാണ്. ഒന്നിച്ച് നടന്നവർ ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് മാറി അവൻ ഒളിച്ചിരിക്കുന്നു. അതിൻ്റെ കാരണം അവനുണ്ടാക്കിയതാണ്. നന്മയും മാനസാന്തരവും സംഭവിക്കുമ്പോൾ, തിരിച്ചുവരവ് സംഭവിക്കുമ്പോൾ അസ്വസ്ഥനായി മാറി നിൽക്കുന്ന മനുഷ്യരുണ്ടെങ്കിൽ ഒരു കാര്യം ഓർത്തു, ദൈവത്തെ വിട്ടു മാറി നിൽക്കുകയാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിലെ ധൂർത്തപുത്രൻ്റെ ആ കഥയുണ്ടല്ലോ. ഇളയവൻ അതൊരു കേസായിരുന്നു. അവൻ മാനസാന്തരപ്പെട്ട് തിരിച്ച് വന്നപ്പോൾ അസ്വസ്ഥത കാണിച്ച ആദ്യത്തെ ആളാരാ? വീട്ടിലെ പരിചാരകനാണോ? ആണോ? അല്ല. ആരാണ്? മൂത്ത പുത്രനാണ്. വീട്ടിലെ മൂത്ത പുത്രന്മാരൊന്നും എന്നോട് വിരോധം തോന്നരുത്, ഞാനുണ്ടാക്കിയതല്ല, സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. മൂത്ത പുത്രന് അസ്വസ്ഥത. അവൻ വിഷാദത്തോടെ തിരിഞ്ഞു പോകാൻ നോക്കുകയാ. ദൈവത്തിൽ നിന്നും അകലങ്ങളിലേക്ക് പോകുമ്പോൾ കാരണം ഇതാണ്. ദൈവത്തെ മനസ്സിലാക്കിയതിലെ അപാകതയോ അത് സ്വീകരിക്കുവാനുള്ള മനസ്സില്ലായ്മയോ ഒരുവനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയും. സുവിശേഷത്തിലെ ഒരു സംഭവം നിരന്തരമായി നടക്കുന്ന നമ്മുടെ അനുദിന ജീവിതത്തിലെ ഒരു പാഠഭേദമായി അതിനെ കാണാം. നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം?
മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 10-ാം അധ്യായത്തിലെ ഒരു സംഭവം. അല്പം ധനികനാണ്, റിച്ച് മാൻ, യങ് മാൻ. കർത്താവ് പറഞ്ഞു, നീ എന്താ എന്നെ നല്ലവനെന്ന് വിളിക്കും? നല്ലവൻ ഒരാളേ ഉള്ളൂ. നീ പ്രമാണങ്ങളൊക്കെ എങ്ങനെയാ? ഞാൻ അവയെല്ലാം പാലിക്കുന്നുണ്ട്. യേശു സ്നേഹപൂർവ്വം അവനെ ഒന്ന് കടാക്ഷിച്ചു എന്നാണ് സുവിശേഷത്തിൽ പറയുക. എന്നിട്ട് പറഞ്ഞു, നിനക്ക് ഒരു കുറവുണ്ട്. എന്താണ്? നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, പിന്നെ എന്നെ അനുഗമിക്കുക, സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപം ഉണ്ടാകും. ഈ വചനം കേട്ട് അവൻ വലിയ വിഷാദത്തോടെ തിരിച്ചുപോയി. ഈ വിഷാദ രോഗം പല പ്രാവശ്യം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലിയ വിഷാദത്തോടെ അവൻ പോയി കഴിഞ്ഞപ്പോൾ യേശു തമ്പുരാൻ ശിഷ്യന്മാരോട് ആ കാര്യം പറഞ്ഞു. സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. എന്താണ് അതിൻ്റെ അർത്ഥം? ദൈവത്തിൻ്റെ സ്ഥാനത്ത് സമ്പത്തിനെ എടുത്തു വച്ചിരിക്കുന്നു. ഇവന് സമ്പത്ത് ഉണ്ട് എന്നതല്ല പ്രശ്നം. ദൈവത്തിൻ്റെ സ്ഥാനത്ത് സമ്പത്ത് എടുത്തു വച്ചിരിക്കുന്നു. അത് ദൈവത്തെ തിരിച്ചറിയാൻ ഒരു തടസ്സമായി ഇവൻ അനുഭവപ്പെടുന്നു. മനുഷ്യനോട് പ്രിയമുള്ള ഒരു ദൈവത്തിൻ്റെ മുൻപിൽ തടസ്സമായി ഈ ധനം നിൽക്കുന്നു. കാരണം 1-ാം സ്ഥാനം അവൻ കൊടുത്തിരിക്കുക ഈ ധനത്തിനാണ്. താല്പര്യത്തോടെ വന്നവനാണെന്ന് ഓർക്കണം. അവൻ സംശയിച്ചു വന്നവനല്ല, താല്പര്യത്തോടെ വന്നവനാണ്. നിത്യജീവൻ വേണമെന്ന് ആഗ്രഹിച്ചവനാണ്. അവൻ തിരിച്ചുപോയത് വിഷാദത്തോടെയാണ്. അവന് ദൈവത്തെ തിരിച്ചറിയാനും ആ ദൈവത്തിൻ്റെ കൽപ്പന അനുസരിക്കാനും സാധിക്കാതെ വരുമ്പോൾ, ദൈവത്തിൽ നിന്ന് അകലം പാലിക്കുന്നവൻ്റെ റെസിഡൻസ് എവിടെയാ? ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലോ ദൈവരാജ്യത്തിൻ്റെ പുറത്തോ? മർക്കോസിൻ്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിൽ ഒരു നിയമജ്ഞൻ യേശുവിനോട് വന്ന് ചോദിക്കുന്നു, എല്ലാറ്റിലും പ്രധാനമായ കൽപ്പന ഏതാണ് ഗുരു? കർത്താവ് പറഞ്ഞു, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവോടും കൂടി നിൻ്റെ ദൈവത്തെ സ്നേഹിക്കുക. അവൻ പറഞ്ഞ കൽപ്പനകളെല്ലാം കറക്റ്റാണ്. ആ സംഭാഷണത്തിൻ്റെ അവസാനത്തിൽ യേശു അവനോട് പറഞ്ഞു, നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. നീ ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല. ചോദ്യം ഇതാണ്, ഈസ് ഹി ഇൻസൈഡ് ദ കിങ്ഡം ഓഫ് ഗോഡ്? അവൻ ദൈവരാജ്യത്തിൻ്റെ ഉള്ളിലാണോ? ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ദൈവരാജ്യത്തിലാണെന്ന് പറയുന്നതും ദൈവരാജ്യത്തിൽ നിന്ന് അകലെയല്ല എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിന്റെ ദൈവത്തോട് അടുത്ത് വരുമ്പോൾ നിനക്ക് അത് ബോധ്യമാകും. യേശുവിൻ്റെ പരസ്യ ജീവിതത്തിൽ യേശു തമ്പുരാൻ മനസ്സ് വേദനിച്ച് പറയുന്ന ഒരു സംഭാഷണമുണ്ട്. മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ യേശു തമ്പുരാൻ ഇങ്ങനെ ഹൃദയപൂർവ്വം പറഞ്ഞു, ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയായിരിക്കുന്നു. യെശയ്യായുടെ 29-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം കർത്താവ് ഓർമ്മപ്പെടുത്തിയതാ. ഈ ജനം അധരം കൊണ്ട് എന്നെ സ്തുതിക്കുന്നു, എന്നാൽ അവരുടെ ഹൃദയം എന്നിൽ നിന്ന് അകലെയായിരിക്കുന്നു.
മനുഷ്യനെ വിട്ടുപിരിയാത്ത ഒരു ദൈവത്തിൻ്റെ പക്കൽ നിന്ന് മനുഷ്യൻ വിട്ടുമാറി നിൽക്കുമ്പോൾ കാണിക്കുന്ന അടയാളങ്ങളാണ്. ഇനി മറ്റൊരു കാര്യമുണ്ട്. ഇഷ്ടമില്ലാത്തത് കേൾക്കുമ്പോൾ അത് ദൈവമാണ് പറയുന്നതെങ്കിൽ പോലും മനുഷ്യൻ മാറി നടക്കും. യോഹന്നാന്റെ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തിൻ്റെ 66-ാമത്തെ വാക്യത്തിൽ യേശു തൻ്റെ ശരീരമാകുന്ന അപ്പത്തെക്കുറിച്ച് പറഞ്ഞ് ശിഷ്യന്മാർക്ക് ഇടർച്ചയായി. അവിടുന്ന് പറഞ്ഞു, എൻ്റെ ശരീരം ഭക്ഷിക്കണം, എൻ്റെ രക്തം പാനം ചെയ്യണം. സുവിശേഷത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, അവൻ്റെ ശിഷ്യന്മാരിൽ വളരെ പേർ അവനെ വിട്ടുപോയി. അടുത്ത വാക്യം അതിനേക്കാൾ ഭയങ്കരമാണ്. അവർ പിന്നീട് ഒരിക്കലും അവൻ്റെ കൂടെ നടന്നിട്ടില്ല. ഇഷ്ടമില്ലാത്തത് പറയുന്നത് ദൈവമാണെങ്കിലും മനുഷ്യൻ മാറി നടക്കും. തൻ്റെ ശരീരം ഭക്ഷിക്കണം, തൻ്റെ രക്തം പാനം ചെയ്യണമെന്ന് സാക്ഷാൽ ദൈവപുത്രൻ പറയുമ്പോൾ കുറേയേറെ പേർ അവനെ വിട്ടുപോയി. സുവിശേഷം പറയുന്നു, പിന്നീട് ഒരിക്കലും അവർ യേശുവിൻ്റെ പിന്നാലെ പോയിട്ടില്ല. ദൈവത്തെ വിട്ടപ്പോൾ പ്രിയപ്പെട്ടവരെ എന്താ സംഭവിച്ചത്? തിന്മ പെരുകി. ദൈവത്തെ വിട്ടപ്പോൾ തിന്മ പെരുകി. പൗലോസ് അപ്പോസ്തലൻ്റെ ഒരു വാക്യം തന്നെ ഇതിന് ബലമായി നമുക്ക് സ്വീകരിക്കാം. റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലെ 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു. റോമ 1:28. ആ വാക്യം വായിക്കട്ടെ. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ഒന്നുകൂടി വായിക്കട്ടെ. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതുന്ന അനേക മനസ്സുകളുടെ മധ്യേ കാൽവരി മലയിൽ ചോര ചിന്തി രക്ഷിച്ച കർത്താവിൻ്റെ മക്കൾ എന്ന നിലയിൽ പരിഹാരം ചെയ്യുന്നതിന് നമുക്ക് കടമയുണ്ട്. ഈ പോരായ്മ എന്നവർ കരുതുന്നത് നമുക്ക് രക്ഷയാണ്, വിശ്വാസത്തിൽ നമ്മുടെ ആധാരമാണ്. ഈ അനുഗ്രഹിക്കപ്പെട്ട തിരിച്ചറിവ് എനിക്ക് വേണ്ടി സ്വർഗം ചായ്ച്ച് ഇറങ്ങി വന്ന ദൈവപുത്രൻ എന്ന് മാത്രമല്ല, എനിക്ക് വേണ്ടി അടിയേറ്റവനായ ദൈവത്തിൻ്റെ പുത്രൻ എന്ന് മാത്രമല്ല, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ അവിടുത്തെ നാമം കരുണ എന്നാണ്. ഹിസ് നെയിം ഈസ് മേഴ്സി. അവിടുത്തെ നാമം കരുണ എന്നാണ്. ഈ കരുണയും മനുഷ്യ സ്നേഹവും നമ്മുടെ മലങ്കര ആരാധനയിൽ നാം കൂടെ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗം, മനുഷ്യരോട് പ്രിയമുള്ളവനെ, മനുഷ്യ സ്നേഹിയായ കർത്താവേ, മനുഷ്യരോട് വാത്സല്യമുള്ളവനെ, മനുഷ്യനോട് ചേർന്നിരിക്കുന്ന ദൈവത്തെക്കുറിച്ച് ആരാധനയിൽ, നമ്മുടെ സഭ ജീവിതക്രമത്തിലെ ആരാധനയിൽ ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ പോലെ മറ്റ് ആരാധനയിൽ നാം കാണുന്നില്ല. ഈ മനുഷ്യനോട് പ്രിയമുള്ളവനായ ദൈവം കോവിഡ് കാലത്ത് നിർജീവനാണെന്ന് നിങ്ങൾ കരുതുന്നു? ശബ്ദമൊന്നും കേൾക്കുന്നില്ല. നിർജീവനാണെന്ന് കരുതുന്നുണ്ടോ?
ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൈവം എന്നും, ഇന്നലെയും ഇന്നും എന്നും സജീവനാണ്. ആ ദൈവത്തിൻ്റെ ഭാവങ്ങളിലേക്ക് തിരിച്ചു വന്ന് ഈ ദൈവത്തെ അറിയുന്ന, അവിടുത്തെ സ്നേഹിക്കുന്ന, അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുന്ന ദൈവ പൈതലായി വളരുന്നതിന് നമുക്ക് ലഭിക്കുന്ന ശക്തി ഈ പരിശുദ്ധ പുസ്തകത്തിൽ നിന്ന് നമ്മെ ബലപ്പെടുത്തുന്ന ചില സംഭവങ്ങളും സംഭാഷണങ്ങളും നമുക്ക് ശ്രവിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ 22-ാം അധ്യായം 42-ാമത്തെ വാക്യം. അവിടെ ഒരു സംഭവം, ഗത്സമേനിയിൽ മറ്റൊരു ശബ്ദം കേൾക്കുകയാണ്. പിതാവേ, ഗത്സമേനിയെ കുറിച്ച് അറിയാമല്ലോ, ഒളിച്ചിരുന്ന് കരയുന്ന സ്ഥലമാണ്. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കിക്കളയണമേ. ഗത്സമേനിയിലെ നിലവിളി ശബ്ദം മനുഷ്യൻ്റെ എന്നുമുള്ള പ്രാർത്ഥനയുടെയും അപേക്ഷയുടെയും സ്വരമാണ്. കോവിഡാനന്തര കാലത്ത് ജീവിക്കുന്ന മകനെ, മകളെ, നിന്റെ പരിശുദ്ധ പിതാക്കന്മാർ നിനക്ക് ഭരമേൽപ്പിച്ചു തന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ മർമ്മം നീ ഒന്ന് ശ്രദ്ധിക്കുമോ? ദിവ്യജ്ഞാനം ഉദ്ഘോഷിക്കപ്പെടുന്നു, നാം എല്ലാവരും ഭക്തിയായി നിന്ന് ഏറ്റുചൊല്ലണം എന്ന പ്രാരംഭ അറിയിപ്പിൻ്റെ പിന്നാലെ നമ്മൾ തുടങ്ങി വെക്കുന്നത് എങ്ങനെയാ? സർവശക്തനായി പിതാവായി, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായി, സർവശക്തൻ, ഹല്ലേലൂയ, സർവശക്തൻ. ആ വാക്ക് നാം ശ്രദ്ധിക്കണം. മൈ ലോർഡ്, മൈ ലോർഡ്, വൈ ഹാവ് യു ഫോർസേക്കൻ മീ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകറ്റിക്കളയണമേ. 2000 വർഷമായി പിതാക്കന്മാർ കൈമാറിത്തുന്ന വിശ്വാസ പ്രമാണത്തിൻ്റെ തുടക്കം തന്നെ സർവശക്തനായി, പിതാവായി, സൃഷ്ടാവായി എന്ന് നാം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയാണ്. ഐ ബിലീവ് ഇൻ ദി ഓൾമൈറ്റി ഗോഡ്. മകനെ, മകളെ, സർവശക്തൻ എന്ന് നീ നിന്റെ ദൈവത്തെ വിളിച്ചതിൻ്റെ അർത്ഥം നിനക്ക് മനസ്സിലായിട്ടുണ്ടോ? എല്ലാറ്റിൻ്റെയും ഉത്തരം ഈ സർവശക്തനിലുണ്ട്. കുരിശിലെ നിലവിളിയുണ്ടല്ലോ, ഏൽ ഏൽ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? അവിടേക്ക് ഒന്നുകൂടി പോകാം. അവസാന കരച്ചിലല്ലോ അത്. നീ കുരിശിൻ്റെ അടുത്തേക്കൊന്ന് നിന്നേ, ബാക്കി ഭാഗം കൂടെ ഒന്ന് ശ്രദ്ധിച്ച്. അവിടെ എന്താ പറയുക? ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായം 46-ാമത്തെ വാക്യത്തിൽ പറയുന്നു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. മൈ ലോർഡ്, മൈ ലോർഡ്, വൈ ഹാവ് യു ഫോർസേക്കൻ മീ? നീ എന്നെ കൈവിട്ടതെന്തെന്ന് ചോദിക്കുന്ന, നിലവിളിക്കുന്ന ക്രൂശിലെ രൂപം അവസാനമായി പറയുന്നത് ശ്രദ്ധിക്കണം. സർവശക്തന്റെ കയ്യിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ജീവിതത്തിൻ്റെ പരിഹാസത്തിൻ്റെ പാരമ്യത്തിൽ ക്രൂശിലെ രൂപം ഇങ്ങനെ കേൾക്കുന്നു, നീ ദൈവപുത്രനല്ലേ, കുരിശിൽ നിന്ന് ഇറങ്ങി വരിക, നിന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കുക. ഈ അവഹേളന മധ്യേ ക്രൂശിൽ പിടയുന്നവൻ അവസാനമായി പറഞ്ഞു വെച്ചത് ആരെക്കുറിച്ചാ? സർവശക്തനെ കുറിച്ചാ. അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. ഗത്സമേനിയിലെ ശബ്ദം അല്പം കൂടി കേൾക്കാനുണ്ടെന്ന എൻ്റെ തോന്നൽ.
എന്താ നാം കേട്ടത്? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണം. അവസാനമാണോ, അർദ്ധവിരാമമാണോ, ഫുൾ സ്റ്റോപ്പാണോ, സെമിക്കോളനാണോ? അത് തിരുമേനി ബൈബിൾ സൊസൈറ്റിയുടെ തിരുമേനിയോട് ചോദിച്ചാൽ മതി എന്നായിരിക്കും മനസ്സിൽ. അവിടെ അർദ്ധവിരാമമാണ്. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകണമേ, അർദ്ധവിരാമം. ബാക്കി എന്താ? എങ്കിലും അതെൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടമത്രേ. സർവശക്തൻ്റെ ഇഷ്ടം. ക്രൂശിൽ വലിച്ച് നീട്ടപ്പെട്ടവൻ പറയുന്നു, മനുഷ്യൻ്റെ മുൻപിലല്ല, എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ സകലതും സമർപ്പിക്കുന്നു. ദുഃഖവെള്ളിയാഴ്ച നമ്മുടെ ആരാധനയിൽ ക്രൂശിൻ്റെ മുമ്പിൽ ക്രൂശിനെ ചുംബിച്ച്, സ്ലീബായെ ചുംബിച്ച് നമ്മൾ പറയും, ഞങ്ങൾക്കതിനാലെ രക്ഷയുണ്ടായി എന്ന് സ്ലീബായെ ഞങ്ങൾ കുമ്പിടുന്നു. നമ്മുടെ കർത്താവിൻ്റെ പ്രതീകമാണ് ഈ കുരിശ്. സകല പ്രത്യാശയും പ്രതീക്ഷയും ഈ കുരിശിൽ നാം കാണുന്നു. സർവശക്തൻ്റെ അടയാളം ഈ കുരിശിൽ നാം കാണുന്നു. ഗത്സമേനിയിൽ നിന്നും, കുരിശിൽ നിന്നും, കല്ലറയിൽ നിന്നും, ഭൂമിയിൽ നിന്നും ഉയർന്നു നിൽക്കുന്ന മേഘങ്ങൾ സംവഹിച്ചു നിൽക്കുന്ന സ്വർഗീയ പിതാവിൻ്റെ അടുത്തേക്ക് ഈ ലോകം വിട്ടുപോകുന്ന നമ്മുടെ കർത്താവ് നൽകുന്ന അവസാനത്തെ വാഗ്ദാനം, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, യുഗാന്ത്യത്തോളം ഞാൻ നിങ്ങളുടെ കൂടെയിരിക്കും. ഹല്ലേലൂയ. ക്രൂശിൽ മരിച്ചവൻ സർവശക്തനിലേക്ക് നോക്കുന്നു. ക്രൂശിൻ്റെ ചാരേ നിന്നവർ സർവശക്തനെ നോക്കുന്നു. പത്രോസും യോഹന്നാനും അവര് ആ മുടന്തൻ്റെ അടുക്കൽ വന്ന് പറയുന്നു, സ്വർണവും വെള്ളിയും ഞങ്ങൾക്ക് തരാനില്ല. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പറയുന്നു, നീ എഴുന്നേറ്റ് നടക്കുക. സർവശക്തൻ്റെ നിഴൽ അവൻ്റെ മേൽ വീഴുന്നു. സ്തേഫാനോസ് സഹദാ കല്ലേറുകൊണ്ട് മരിച്ച് വീഴുമ്പോൾ വിളിച്ചു പറയുന്നു, സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കാണുന്നു. സർവശക്തനെ കാണുന്ന സ്തേഫാനോസ് സന്തോഷത്തോടെ ലോകത്തോടത് പറയുന്നു. തിളയ്ക്കുന്ന എണ്ണയിലേക്ക് എറിയപ്പെട്ട ആദിമ ക്രൈസ്തവർ, അവരുടെ അവസാന ശബ്ദം എന്താ? തിളയ്ക്കുന്ന എണ്ണയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മനുഷ്യ ജീവിതങ്ങൾ, അവരുടെ അവസാന ശബ്ദം എന്താ? ഹല്ലേലൂയ, കർത്താവേ മഹത്വം. ഭരണജ്ഞാനത്തെ അൽഫോൻസാമ ജീവിതത്തിലൂടെ നമ്മോട് പറഞ്ഞു, സഹനത്തിൽ സർവശക്തനെ കാണാം. നമ്മുടെ രോഗം, വേദന, ദുഃഖം, നമ്മുടെ ബിസിനസ്, സാമ്പത്തിക ഭദ്രത എല്ലാം അലട്ടുമ്പോൾ, സഹനം വരുമ്പോൾ, തകർന്നു പോകുമെന്ന് കരുതുമ്പോൾ, ഭരണജ്ഞാനത്തെ ആ കൊച്ചു പുണ്യവതി നമ്മോട് പറയുകയാ, സഹനത്തിൽ സർവശക്തനെ കാണാം. കാണണേ. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ദൈവത്തിൽ വിശ്വസിക്കുന്ന സകലരുമേ, മാമോദീസായിലൂടെ കർത്താവിൻ്റെ സഭയിൽ മുദ്രയിടപ്പെട്ട മക്കളെ, ഒന്ന് പറയുമോ, ആരാണ് നിങ്ങളുടെ ദൈവം? എന്താണ് നിങ്ങളുടെ ദൈവത്തിൻ്റെ സ്വഭാവം? ഈ ദൈവത്തെ ആവശ്യമില്ല എന്ന് കോവിഡാനന്തര കാലത്ത് നീ പറയുമോ? നിനക്ക് വേണ്ടി ഗോവേണി ചായച്ചിറങ്ങി വന്ന് നിന്റെ അടുക്കൽ വന്ന് നിന്റെ അപ്പനായി നിൽക്കുന്ന ഈ ദൈവത്തെ ആവശ്യമില്ലെന്ന് മകനെ, മകളെ, നീ പറയുമോ? നിന്റെ ദൈവം ദുർബലനായ ഒരുവനാണോ? അതോ നിന്നെ രക്ഷിക്കുവാൻ കഴിയുന്ന സർവശക്തനാണോ? ഒരു പനിക്കപ്പുറത്ത് നിന്നെ കാക്കുവാൻ, നിത്യായുസ് തരുവാൻ കഴിയുന്ന ദൈവത്തിൽ
നീ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ. ആ ദൈവത്തെ നീ ഏറ്റുപറയുകയും നിന്നെ അവൻ ചേർത്ത് പിടിക്കുകയും ചെയ്യും. ആ ദൈവത്തിൽ നീ ശരണപ്പെടുക. നിന്റെ സങ്കടങ്ങളെ അവൻ്റെ ഇടപെടലിൻ്റെ അടയാളങ്ങളായി അവൻ മാറ്റും. നിന്നെ അവിടുന്ന് അനുഗ്രഹിക്കും. നീ ഒരു അനുഗ്രഹമായി മാറും. ഈ ലോകത്തിൻ്റെ അപ്പുറത്തേക്ക് രോഗമില്ലാത്ത, മരണമില്ലാത്ത നിത്യായുസ്സിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധ റൂഹ നിന്നെ ആനയിക്കും. വിശാല മലങ്കര സഭാ കുടുംബത്തിലെ ഒരു മകൻ, എളിയ സഭാ ശുശ്രൂഷ നിർവഹിക്കുന്ന ഈ എളിയവൻ കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷനായ ഫ്രാൻസിസ് മാർപ്പാപ്പ തിരുമേനിയുടെ ആലോചനാ സംഘത്തിലേക്ക് കരുണയോടെ ഉയർത്തപ്പെട്ടിരിക്കുന്ന ഈ ദാസൻ മലങ്കര മാർത്തോമാ സുറിയാനി സഭയുടെ ഒരു മകനും സുവിശേഷകനുമായ സാധു കൊച്ചുകുഞ്ഞുപദേശി ലോകത്തെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന ഹൃദയബന്ധത്തോടും ആത്മാഭിമാനത്തോടും ഒരു കുടുംബത്തിൻ്റെ അംഗമെന്ന നിലയിലും ആവർത്തിച്ച് ഞാൻ അവസാനിപ്പിക്കാം. സഹനങ്ങൾക്കിടയിലെ വെള്ളിരേഖയായി, സഹനത്തിനപ്പുറം സർവശക്തനെ കണ്ട കാഴ്ചയായി, ഭൂമിക്കപ്പുറം സ്വർഗത്തെ ആഗ്രഹിക്കുന്ന ഹൃദയമായി ഈ സഭയുടെ മകനിലൂടെ ലോകത്തിനു നൽകിയ ആ വലിയ സന്ദേശം, സഹനങ്ങൾക്കപ്പുറത്ത് സർവശക്തൻ്റെ നാമത്തിന് സാക്ഷിയായ വലിയ ജീവിതാനുഭവം അതോർക്കാം. ഈ മനുഷ്യൻ, ഈ ഉപദേശി സുവിശേഷത്തെ ചേർത്ത് വെച്ച് ലോകത്തോട് പറഞ്ഞത് നമ്മുടെ ചെറിയ പരാതികൾക്കും പരിഭവങ്ങൾക്കും വേദനകൾക്കും രോഗത്തിൻ്റെ കെടുതികൾക്കുമെല്ലാം അപ്പുറത്തേക്ക് സർവശക്തനിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ആ പ്രാർത്ഥന. ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവൻ്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ലോകത്തെ ഞാൻ ഓർക്കുന്നില്ല, കഷ്ടനഷ്ടമോർക്കുന്നില്ല, എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. എപ്പോഴെൻ്റെ കർത്താവിനെ ഒന്നു കാണാമെന്നേയുള്ളൂ. ദൈവത്തിൻ്റെ നാമത്തിന് എന്നും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ.